കിഴക്കൻ മേഖലയിൽ പകർച്ചപ്പനി വ്യാപകമായ സാഹചര്യത്തിൽ താലൂക്കിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനമായി. പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ അവലോകന യോഗത്തിലാണ് തീരുമാനമായത്. പുനലൂർ നഗരസഭാ കാര്യാലയത്തിലെ കൗൺസിൽ ഹാളിലാണ് യോഗം ചേർന്നത്. കൊതുക് നിർമ്മാർജ്ജനവും നിരന്തരമായ പ്രതിരോധവും സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തും. ഇതിനായി അനൗൺസ്മെന്റ് അടക്കമുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. എല്ലാ വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ICDS സൂപ്പർവൈസർമാർ, CDS ചെയർപേഴ്സൺ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പംഗങ്ങൾ തുടങ്ങിയവർ ഭവന സന്ദർശനം നടത്തി ജനങ്ങളെ ബോധവൽക്കരിക്കും. സ്ഥിതിഗതികൾ ഏറെ ഗുരുതരമായ സാഹചര്യത്തിൽ 3 ആഴ്ച തുടർച്ചയായി ബോധവൽക്കരണവും പ്രതിരോധവും നടത്താനാണ് നിലവിലുള്ള തീരുമാനം. കൊതുക് നിർമ്മാർജ്ജനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് പ്രാഥമിക കേന്ദ്രങ്ങളിലും ശനിയാഴ്ചകളിൽ ബ്ലോക്ക് തലത്തിലും അവലോകന യോഗം ചേരും. പഞ്ചായത്ത് തലത്തിലുള്ള പ്രതിരോധത്തിന് തനത് ഫണ്ടിൽ നിന്നും 10,000 രൂപ ചെലവഴിക്കാവുന്നതാണെന്ന് ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുഭകൻ ചൂണ്ടിക്കാട്ടി. അതേസമയം മുനിസിപ്പൽ തലത്തിൽ പ്രതിരോധത്തിന് 25,000 രൂപയെങ്കിലും വേണ്ടതുണ്ടെന്ന് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ വിമല ഗുരുദാസ്, ജില്ലാ മലേറിയ ഓഫീസർ ഡോക്ടർ രാകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, താലൂക്കിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ.